മുറിവേറ്റവൻ അവന്റെ ഉള്ളിൽ ഈ മുറിവ് കിടക്കും. ഈ മുറിവുമായി ഇങ്ങനെ ജീവിച്ചുകൊണ്ടിരിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മൾ ഈ ചരിത്രമൊക്കെ പഠിക്കുമ്പോഴത്തേക്ക് ഹിറ്റ്ലറെ കുറിച്ചും നാസി തടങ്കൽ പാളയത്തെ കുറിച്ചുമൊക്കെ ചരിത്ര പുസ്തകങ്ങൾ വായിച്ചു മാറ്റിവെക്കാനല്ല, ഓരോ കഥാപാത്രങ്ങളും നിന്നോട് ചില കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തും. ഹിറ്റ്ലറുടെയൊക്കെ ചരിത്രത്തിൽ വായിച്ചിട്ടുണ്ടല്ലോ. അയാൾ അങ്ങനെയുള്ളൊരു ക്രൂരമായിട്ടുള്ള സ്വഭാവമുള്ള വ്യക്തിയായിട്ട് മാറി. ചെറുപ്പകാലഘട്ടത്തിൽ അനുഭവിച്ച ക്രൂരതകൾ അങ്ങേയറ്റമാണ്. അമ്മ ചെറുപ്പത്തിൽ മരിച്ചുപോയി. അപ്പൻ പട്ടാള ഉദ്യോഗസ്ഥനാണ്. എപ്പോഴും ഭീകരമായ ഒരു അന്തരീക്ഷമാണ് വീട്ടിൽ. ആ വീട്ടിൽ ഒരു അമ്മായിയുണ്ട്, ഭ്രാന്തിയായിട്ടുള്ള ഒരു അമ്മായി. ഈ വീട്ടിൽ 24 മണിക്കൂറും ഭ്രാന്തിയായി അമ്മായിയുടെ ഈ ചേഷ്ടകൾ കണ്ട് പേടിച്ചു വളരുന്ന ഹിറ്റ്ലർ എന്ന് പറയുന്ന ഒരു കൊച്ചു മനുഷ്യൻ ജീവിതത്തിലെ ആ നെരിപ്പോടുകൾ ഇങ്ങനെ സങ്കടപ്പെട്ട് വളരുകയാണ്. അപ്പൻ സ്നേഹിക്കാറില്ല, മറിച്ച് ശിക്ഷിക്കാറേ ഉള്ളൂ. വീട്ടിൽ വന്നു കഴിഞ്ഞാൽ എപ്പോഴും ശിക്ഷ മാത്രം. ബൂട്ട്, അതായത് പട്ടാളക്കാരന്റെ അവന്റെ ബൂട്ട് അതിട്ട് ഈ ഹിറ്റ്ലർ എന്ന് പറയുന്ന ഈ കുഞ്ഞു ചെറുപ്പക്കാരന്റെ അവന്റെ കൈവിരലുകളൊക്കെ ചതച്ചരയ്ക്കും. അത്രയും ക്രൂരത ഒരു കാലഘട്ടത്തിൽ ഏറ്റുവാങ്ങി ജീവിച്ചു വളർന്നു വന്ന ഹിറ്റ്ലർ ഒരു പട്ടാളക്കാരനായി കഴിഞ്ഞപ്പോൾ ഇദ്ദേഹത്തിന് ഓടിക്കാനായിട്ട് ഈ പട്ടാള ക്യാമ്പിൽ നിന്ന് അദ്ദേഹത്തിന് ഓടിച്ചു പഠിക്കാൻ വേണ്ടി കൊടുത്ത ഒരു പീരങ്കി. ഇതും കൊണ്ട് ഇയാൾ പോകുന്ന എങ്ങോട്ടാണെന്നറിയോ? സിമിത്തേരിയിലേക്കാ പോയത്. സിമിത്തേരി പോയിട്ട് ആ സിമിത്തേരിയിലുള്ള ശവകുടീരങ്ങളൊക്കെ ഇടിച്ചു തകർത്തു. പ്രത്യേകിച്ച് ഇയാളുടെ അപ്പന്റെയും അമ്മായിയുടെയും ഒക്കെ ശവസംസ്കാരം നടത്തിയ ആ സിമിത്തേരി ചെന്നിട്ട് ആ സിമിത്തേരിയിലെ കല്ലറകൾ മുഴുവൻ ഇടിച്ചു തകർത്തു. ഉള്ളിലെ പ്രതികാരം. എന്നിട്ടൊക്കെയാണ് പിന്നീട് അധികാരം കിട്ടുമ്പോൾ ഇയാൾ ആ രാജ്യത്തൊരു നിയമം ഉണ്ടാക്കി. അംഗവൈകല്യമുള്ളവർ പാടില്ല, അവരെ കൊന്നേക്ക്. കാരണം എന്താ? ഇയാളുടെ വീട്ടിൽ ഇയാൾ കണ്ടു വളർന്ന ചില കാര്യങ്ങൾ. മാനസിക ദൗർബല്യമുള്ളവരെ കൊന്നേക്ക്. വീട്ടിൽ ഇയാൾ കണ്ടതും കേട്ടതും. എന്റെ പ്രിയപ്പെട്ടവരെ, മുറിവേറ്റവൻ മറ്റുള്ളവരെ മുറിവേൽപ്പിക്കും. സ്വരമുയർത്തി പറഞ്ഞ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇത് ലോകം നമ്മുടെ മുമ്പിൽ പഠിപ്പിക്കുന്ന, ഞാനും നീയും നമ്മുടെ അനുദിന ജീവിതത്തിൽ അനുഭവിക്കുന്ന സത്യം അല്ലേ? ഇന്നലകളിൽ ഉണ്ടായ മുറിവ് അത് നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ കൊണ്ടു നടന്ന് നമ്മൾ മറ്റുള്ളവർക്ക് ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കും.